ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും രക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ നിങ്ങളോട് ഇപ്പോഴുള്ളൊരു ഫീലിങ്സ് എന്താണ് അവരുടെ ഒരു സിറ്റുവേഷൻ എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയാം. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ്. ഇവിടെ നമുക്ക് ഈ ഒരു പേഴ്സൻ്റെ ഒരു ഫീലിങ്സ് എന്താണ്, അല്ലെങ്കിൽ അവർ നിങ്ങളോടിപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്താണ് എന്നുള്ളത് ആദ്യമേ നോക്കാം. അപ്പോൾ ഇവിടുത്തെ ഒരു ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ഹോൾഡിംഗ് ബാക്ക് എന്നുള്ളൊരു എനർജിയാണ്. ഐ ഷുഡ് ഹാവ് എക്സ്പ്രസ്ഡ് മൈസെൽഫ് ബെറ്റർ. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിക്ക് അവരുടെ മനസ്സിലുള്ളത് എന്താണ് എന്ന് നിങ്ങളോട് പൂർണ്ണമായിട്ടും എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് അവർക്ക് തന്നെ മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ആ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങളോടെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഒരു ഐഡിയ എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. കുറച്ചുകൂടെ നല്ല രീതിയിൽ എന്താണ് അവരുടെ ഒരു മനസ്സ് എന്ന് നിങ്ങളോട് വ്യക്തമാക്കേണ്ടതായിരുന്നു എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഒരുപക്ഷെ റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾക്ക് യാതൊരു ക്ലാരിറ്റി തരാതെ പോയൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഈ ഒരു പേഴ്സണോട് പല കാര്യങ്ങളും അറിയാൻ ആഗ്രഹിച്ചപ്പോൾ അവരത് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പിന്നെ പറയാം എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിക്ക് തന്നെ സ്വയം മനസ്സിലായിട്ടുണ്ട് കുറച്ചുകൂടെ നന്നായിട്ട് എന്താണ് അവരുടെ ഒരു മനസ്സിലുള്ളത്, അല്ലെങ്കിൽ എന്താണ് അവരുടെ ഒരു മാനസികാവസ്ഥ എന്ന് നിങ്ങളെ അറിയിക്കണമായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇനി നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് എസ്കേപ്പ് എന്നുള്ളൊരു എനർജിയാണ്. ഐ ലെഫ്റ്റ് വെൻ തിങ്സ് ഗോട്ട് ഹാർഡ്. അതായത് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഈ ഒരു പേഴ്സൺ ഓടി ഒളിച്ചതാണ്, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോയതാണ് എന്നവർക്ക് തന്നെ അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു മനോഭാവം അവർ തന്നെ വിലയിരുത്തുന്ന ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ അവർക്ക് തന്നെ കൂടുതൽ കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കിടയിൽ ചിലപ്പോൾ ക്രൂഷ്യലായിട്ടുള്ള സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയായിരിക്കും. ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഏതെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം റെസ്പോൺസിബിളായിട്ട് പെരുമാറുകയോ ഒക്കെ ചെയ്യേണ്ടി വന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ അതിനുള്ള ഒരു ഗട്ട്സ് കാണിക്കാതെ ഈ ഒരു പേഴ്സൺ ഒളിച്ചോടി പോകുന്ന ഒരു ഫീലിംഗ് ആണ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തത് ഈ ഒരു പേഴ്സൺ ഓർക്കുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് സ്വയം മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു പ്രവൃത്തി ചെയ്ത സമയത്ത് ആ ഒരു പേഴ്സൺ കൂടുതലൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല, അവരുടെ മാത്രം സേഫ്റ്റി നോക്കി ഓടിപ്പോയൊരു വ്യക്തിയായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ അത് മനസ്സിലാവുന്നുണ്ട്, പ്രശ്നം വന്നപ്പോൾ ഞാൻ ഓടിപ്പോയതാണ്, അല്ലെങ്കിൽ അത് ശരിയായില്ല എന്നുള്ളത്. അപ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെ തന്നെ ആയിരിക്കാം. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വളരെ രൂക്ഷമായിട്ടുള്ള സിറ്റുവേഷൻസോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ അത് ശക്തമായിട്ട് നേരിടാൻ കഴിയാത്തൊരു വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ വാക്കുകളിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഡയലോഗുകളോ അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ധൈര്യമോ ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിലും പ്രവൃത്തി വരുമ്പോഴത്തേക്കും അത്രത്തോളം ചെയ്യാൻ കഴിയാത്തൊരു പേഴ്സൺ ആയിരിക്കാം. എല്ലാവർക്കും ആവണമെന്നില്ല. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ ഒരു റിലേഷൻഷിപ്പ് എന്താണോ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ എനർജി എന്താണോ, അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ ഒളിച്ചോടി പോവുകയായിരുന്നു എന്ന് ആ ഒരു പേഴ്സണ് തന്നെ സ്വയം മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എനർജി എന്ന് പറയുന്നത് സോൾട്ടൈ ആണ്. ഐ ഓൾവേസ് ഫീൽ കണക്റ്റഡ് ടു യു. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് പീരീഡിലൂടെ പോകുന്ന വ്യക്തികളായിരിക്കാം. ഒട്ടും നിങ്ങൾ തമ്മിൽ ഒരു തരത്തിലുള്ള കണക്ഷനും ഇല്ലാതിരിക്കുന്നൊരു അവസ്ഥയായിരിക്കാം. എങ്കിലും ഈ ഒരു പേഴ്സണ് പലപ്പോഴും നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സാന്നിധ്യം ഈ ഒരു പേഴ്സണ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ അവരുടെ ഒരു മനസ്സ് നിങ്ങളെ അത്രമേൽ ആഗ്രഹിക്കുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കാം. ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ്റെ എനർജി ചിലപ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കാം. ഒരു പക്ഷേ നിങ്ങളുടെ ഒരു കണക്ഷൻ തന്നെ അത്തരത്തിലുള്ളതായിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് കുറച്ചും കൂടി ഒരു ആത്മബന്ധം തോന്നുന്ന ഒരു ടൈം പീരീഡാണ്, അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് ഇപ്പോൾ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻഡിസിസീവ് എന്നുള്ള കാർഡാണ് നെക്സ്റ്റ് എനർജി. ഐ നോ മൈ ഇനബിലിറ്റി ടു മേക്ക് എ ഡിസിഷൻ ഹേർട്സ് യു. അപ്പോൾ ഒരു നിർണായകമായ ഘട്ടത്തിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടാവണമെന്നില്ല. നമ്മൾ നേരത്തെ തന്നെ കണ്ടു, അവർക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് അവർ ഒളിച്ചോടി പോയതാണ് ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഉള്ളതെന്ന്. അപ്പോൾ അതിൻ്റെ തന്നെ മറ്റൊരു വേർഷനാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് നിങ്ങൾ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് എന്ന് ഈ ഒരു പേഴ്സൺ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരു പക്ഷേ ആ ഒരു വ്യക്തിക്ക് അങ്ങനെയുള്ള ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലും അവർക്ക് അറിയുന്ന ഒരു കാര്യമായിരിക്കാം അവർ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾ ഒരുപാട് ഹേർട്ട് ചെയ്യും എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഓർത്ത് അവർക്കിപ്പോൾ ഒരു ദുഃഖമുണ്ട് എന്നുള്ളത് തന്നെയാണ്.
അപ്പോൾ അവർക്കല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് കാർഡ് കെമിസ്ട്രി എന്നുള്ളൊരു എനർജിയാണ്. ഐ ഹാവ് നെവർ ഫെൽറ്റ് എ പാഷൻ ദിസ് ഇൻറ്റൻസ്. അപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു സോൾട്ടായ എനർജി കണ്ടു. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും വളരെയധികം പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാണ്. എല്ലാ തരത്തിലും ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ഇപ്പോൾ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുള്ളതാണ്. അപ്പോൾ അവരുടെ മനസ്സിനകത്ത് തന്നെ അവർക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ എത്രമേൽ ഈ ഒരു പേഴ്സൺ ആഗ്രഹിച്ചിട്ടില്ലായിരിക്കാം ചിലപ്പോൾ ഇതിനു മുൻപ്. അത്രമേൽ തീവ്രമായിട്ട് നിങ്ങളുടെ ഒരു സാന്നിധ്യം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു ടൈം പീരീഡാണ്, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് അത്തരത്തിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത്രയും നമ്മൾ നോക്കിയ കാർഡ്സിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ചിലപ്പോൾ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നൈസായിട്ട് നിങ്ങൾ ഒഴിവാക്കി പോയൊരു പേഴ്സൺ ആയിരിക്കാം, തിരിഞ്ഞോടിപ്പോയ പേഴ്സൺ ആയിരിക്കാം, ചിലപ്പോൾ വളരെ സൈലൻ്റ് ആയിട്ടും ഒന്നും പറയാതെ പോയ പേഴ്സൺ ആയിരിക്കാം. ഏത് സാഹചര്യമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നതെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഒരു കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വീണ്ടും വരണം എന്നുള്ള ഒരു ചിന്താഗതി നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിനകത്ത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി ഇവിടെയുള്ള ലാസ്റ്റ് എനർജി എന്ന് പറയുന്നത് കമ്മിറ്റ്മെൻ്റ് ആണ്. ഐ വാണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ. അപ്പോൾ ഇത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യം പോലുമില്ല. ആ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ അവരോടൊപ്പം വേണം ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഒരു കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ് ഇവർക്ക് നിങ്ങൾക്കായിട്ട് തരാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ ബ്രേക്കപ്പിലായിരിക്കാം, ലെസ് കോണ്ടാക്റ്റിലായിരിക്കാം, ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും വീണ്ടും നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണ് ഏതൊക്കെയോ തരത്തിൽ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ചിലപ്പോൾ യൂണിവേഴ്സായിട്ടായിരിക്കും ആ ഒരു പേഴ്സണെ നിങ്ങളിലേക്ക് കൂടുതലായിട്ട് അറ്റാച്ച് ചെയ്ത് നിർത്തുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എങ്ങനെയാണോ ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളും തമ്മിലുള്ള ഒരു എനർജി ബോണ്ടിങ് ഉണ്ടായിരുന്നത്, അതുപോലെയുള്ള അവസ്ഥയിലേക്ക് ഇപ്പോൾ അവരെത്തിയതായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇവരുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ എങ്ങനെയാണ് എന്നുള്ളത് കൂടി നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പേഴ്സൺ വളരെയധികം ഹേർട്ടായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്, അല്ലാന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് നല്ല രീതിയിൽ പെയിൻഫുള്ളായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് എന്നുള്ളത് തന്നെ പറയാം. അതായത് ഒരു തകർച്ച ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ വളരെ റീസെൻ്റായിട്ട് സംഭവിച്ച കാര്യമായിരിക്കാം. അപ്പോൾ ഒരു തകർച്ച എന്ന് പറയുമ്പോഴത്തേക്കും അത് പല കാര്യങ്ങളിലും ആവാം. ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ലോസ് ഒരു വ്യക്തിയുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ അതും ഒരു ഡിസ്ട്രക്ഷനാണ്. തീർച്ചയായിട്ടും പലർക്കും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കും അങ്ങനെയുള്ളൊരവസ്ഥ. അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളുടെ കൂടെ ആരൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളുടെ കൂടെ കാണും എന്ന് നമ്മൾ വിചാരിക്കുന്ന പലരും കാലം മാറിക്കളയുന്നൊരവസ്ഥ, അതും നമുക്കുണ്ടാവുന്ന ഒരു തകർച്ചയാണ്. അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും മാനസികമായിട്ട് ഇവിടെ നമുക്ക് ഒരു 9 ഓഫ് സോർഡ്സിൻ്റെ എനർജി മുതൽ കാണാം. അത്രയധികം പെയിൻഫുള്ളായിട്ടുള്ള ഒരു അവസ്ഥയാണ്, വളരെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇനി പറഞ്ഞതുപോലെ തന്നെ ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന തകർച്ചകൾ നമ്മളോടൊപ്പം എന്നും കൂടെ കാണും, അല്ലെങ്കിൽ നമ്മൾ വളരെയധികം ട്രസ്റ്റ് വർത്തിയായിട്ട് കൂടെ കൊണ്ടു നടന്ന ഒരു പേഴ്സൺ നമ്മളെ ചതിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഭയങ്കരമായിട്ടുള്ള തകർച്ച തന്നെയാണ്. അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും മാനസികമായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ചിലപ്പോൾ അവർക്ക് വളരെ സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിലൂടെ ആയിരിക്കും ഈ ഒരു പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ അവരുടെ ഒരു ലോൺലിനെസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പലരുടെയും ലൈഫിൽ കാണുന്ന ഒരു കാര്യം തന്നെയാണ്, ഒരു പേഴ്സൺ വളരെയധികം സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ എല്ലാ സുഖസൗകര്യത്തോടും കൂടി കഴിയുന്ന ഒരവസ്ഥയിൽ അവർക്കെല്ലാം ഉള്ളപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ടിനുണ്ടാവും, പ്രശംസിക്കാൻ ആൾക്കാരുണ്ടാവും, മുഖസ്തുതി പാടാനായിട്ട് ആൾക്കാരുണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ അതേ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു തകർച്ച ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ അവർ വളരെയധികം വേദനിക്കുന്നൊരവസ്ഥയിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പലരും ഒറ്റപ്പെടുത്തി പോയി കളയും. ചിലപ്പോൾ ഒരു വ്യക്തിയുടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫിനാൻഷ്യലിയുള്ള ലോസ് ആയിരിക്കാം, അവരുടെ ജോലി പോകുന്ന അവസ്ഥയായിരിക്കാം, കേസിൽ പെട്ടു പോകുന്ന അവസ്ഥയായിരിക്കാം. അങ്ങനെ ഏത് ഒരു ഇൻസിഡൻറ്റ് വരുമ്പോഴും ചിലപ്പോൾ ഈ പറഞ്ഞ പല വ്യക്തികളും കൂടെ ഇല്ലാതെ വളരെയധികം മാനസികമായിട്ട് ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു എനർജിയാണ് ഈ ഒരു പേഴ്സണിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അവർ വളരെയധികം ഒറ്റപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് മാനസികമായിട്ട് അവർ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നുന്ന ഒരു ഫീലിംഗ് ആണുള്ളത്. ഇപ്പോൾ ചിലർക്ക് ഈ പറഞ്ഞതുപോലെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയിട്ട് അവിടെ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു യഥാർത്ഥ ഫേസ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ ഇവരുടെ ഒരു ഫീലിങ്സിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ഒരുപാട് തകർച്ച അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ക്രൂഷ്യൽ സിറ്റുവേഷൻ വരുമ്പോൾ ഫേസ് ചെയ്യാൻ കഴിയാത്തൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അത്രയും ദൃഢനിശ്ചയത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു വ്യക്തിയാണ് എന്നുള്ളത് ആ ഒരു ഫീലിങ്സിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു സാഹചര്യം എന്താണോ അതും ഇവരെ നല്ല രീതിയിൽ തന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവർ അത് ഓർത്ത് ഒരുപാട് ദുഃഖിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവരൊരു സ്റ്റക്നെസ്സിലാണ്, അവർക്കൊന്നും ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അല്ലെങ്കിൽ എന്താണ് ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു ബുദ്ധിമുട്ട് മാറാനായിട്ട് ഇനി എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഈ ഒരു പേഴ്സണിന് വലിയൊരു ഐഡിയ ഇല്ല.
മാത്രമല്ല അവർ സ്പിരിച്വലിയൊക്കെ നല്ല രീതിയിൽ കണക്റ്റ് ആവാനായിട്ട് ശ്രമിക്കുന്ന ഒരു ടൈം പീരീഡ് തന്നെയാണ്. ചിലപ്പോൾ അങ്ങനെയുള്ള ആ ഒരു മാറ്റമായിരിക്കും അവർക്ക് നിങ്ങളുടെ ഒരു അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളോട് അവർ റിലേഷൻഷിപ്പിനകത്ത് കാണിച്ച കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് അവരെ ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. അപ്പോൾ നമ്മൾ നേരത്തെ നല്ല സമയം വരുമ്പോൾ ഒരുപാട് വ്യക്തികൾ നമ്മളോടൊപ്പം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഒരുപാട് പേരുണ്ടാവും എന്ന് പറഞ്ഞൊരവസ്ഥ തന്നെയാണ് നമ്മളുടെ ലൈഫിൽ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വളരെയധികം അടിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ് നമ്മളുടേതായിട്ടുള്ളൊരു പ്രവൃത്തി, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ പാസ്റ്റിൽ ചെയ്തു എന്നുള്ളൊരു തിരിച്ചറിവ് പല വ്യക്തികൾക്കും ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം ഒന്ന് അനലൈസ് ചെയ്യുന്നത് ആ ഒരു സമയത്തായിരിക്കും. ഇനി ഞാൻ ചെയ്തു പോയ എന്തെങ്കിലും ഒരു തെറ്റിൻ്റെ അനന്തരഫലമാണോ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ആരുടെങ്കിലും ശാപമാണോ, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ്. നമ്മൾ വളരെ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ വേദനിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്നും അത്രയൊന്നും നമ്മളുടെ മൈൻഡിനകത്ത് ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ കുറച്ച് പേർക്ക് ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പണി കിട്ടിയ ഒരു വ്യക്തിയായിരിക്കാം. ഇവർ വളരെയധികം ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് കൊണ്ട് നടന്നിരുന്ന ആ ഒരു പേഴ്സൺ കാലുവാരി കളഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു കാര്യങ്ങളായിരിക്കാം ഇവരെ ഒരു തകർച്ചയിലേക്ക് കൊണ്ടെത്തിച്ചത്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആവണമെന്നില്ല. ചിലർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഒരു സാമ്പത്തിക കാര്യങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ ജോലിയിലോ അങ്ങനെ മറ്റേതെങ്കിലും കാര്യത്തിൽ അവർ സ്റ്റക്കായിട്ട്, അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിൽ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ തേർഡ് പാർട്ടി തന്നെ ആവണം എന്നുള്ള നിർബന്ധം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നില്ല. ഏത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും മാനസികമായിട്ട് ഇപ്പോൾ ഒരുപാട് വിഷമം ദുരിതമൊക്കെ അനുഭവിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. മാത്രമല്ല അവരിപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു കഷ്ടപ്പാടിൻ്റെ ഒരു കാലഘട്ടം, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ ഒരു അവസ്ഥ ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് എൻഡായാൽ മതിയായിരുന്നു എന്നുള്ളൊരവസ്ഥയാണ്. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നുള്ളൊരവസ്ഥയിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു ന്യൂ ബിഗിനിങ്, അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ തന്നെ മൊത്തത്തിലുള്ള ഒരു പുതിയ മാറ്റം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. തീർത്തും ഒരു പുതിയ മാറ്റം വേണം എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ടെന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് അവരിപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തേക്ക് കടന്നാൽ മതിയായിരുന്നു എന്നുള്ള ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ കുറച്ചധികം പേർക്കെങ്കിലും നിങ്ങളുടെ പേഴ്സൺ എബ്രോഡുള്ള ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു കടൽ കടന്ന് പുറത്തെവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സണോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ഇവിടെ ലാസ്റ്റ് വന്നിരിക്കുന്ന രണ്ട് എനർജീസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ ഒരു പേഴ്സൺ വളരെയധികം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളിലേക്കാണ്, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആ ഒരു റിലേഷൻഷിപ്പിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു മെമ്മറീസിലേക്കാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു പക്ഷേ ഇപ്പോഴത്തെ അവരുടെ ഒരു സാഹചര്യത്തിൽ അവർക്കൊരു ആശ്വാസം കിട്ടുന്നത് നിങ്ങളുടേതായിട്ടുള്ള പഴയ കാര്യങ്ങൾ ഓർക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴോ ആയിരിക്കും. അപ്പോൾ അവർക്കൊരു ഹോപ്പ് ഉള്ളത് നിങ്ങളുടെ കാര്യത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവരുടെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ കൂടെ നിങ്ങൾ വേണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിവിടെ ഓവറോൾ ആയിട്ട് എടുത്തിട്ടുള്ള ഫീലിങ്സ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവരുടെ ഒരു സിറ്റുവേഷനൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ തീർത്തും നോ കോണ്ടാക്റ്റിലുള്ള വ്യക്തികളായിരിക്കും, അല്ലെങ്കിൽ അവരുടെ തന്നെ എനർജിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞതുപോലെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നൈസായിട്ട് വാനിഷായി പോയൊരു പേഴ്സൺ ആയിരിക്കാം. വളരെ സൈലൻ്റ് ആയിട്ട് നിങ്ങളിൽ നിന്ന് മാറിപ്പോയൊരു വ്യക്തി, അല്ലാന്നുണ്ടെങ്കിൽ തീരുമാനം എടുക്കുന്ന ഒരു സമയത്ത് ഒന്നും ചെയ്യാതെ ഒരു കാഴ്ചക്കാരെ പോലെ നോക്കിയിരുന്നൊരു പേഴ്സണൊക്കെ ആയിരിക്കും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ അവരുടെ ഒരു അവസ്ഥയിൽ അവർ നിങ്ങളിലേക്ക് ഓടിയെത്താനാണ് ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, അവർക്ക് ഒറ്റയ്ക്ക് പല കാര്യങ്ങളും ഫേസ് ചെയ്യാൻ കഴിയാത്തൊരു പേഴ്സണാണ്. അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ദൃഢമായിട്ട് ഒരു സാഹചര്യം വരുമ്പോൾ നിൽക്കാൻ കഴിയുന്ന ഒരു പേഴ്സൺ അല്ല, അത്ര സ്റ്റേബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയല്ല. അപ്പോൾ നിങ്ങളുടെ ഒരു സാമീപ്യമാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ ഇതിനു മുൻപും ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ എന്തെങ്കിലും ക്രൂഷ്യൽ സിറ്റുവേഷൻസ് വന്നപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെ ആശ്വാസമാകുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവർക്ക് ആദ്യമേ തന്നെ നിങ്ങളെക്കുറിച്ച് ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളിൽ ചിലരെങ്കിലും ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാവണം ഈ ഒരു പേഴ്സൺ എന്നെ വേദനിപ്പിച്ചതുപോലെ അവർക്കും ഒരു സിറ്റുവേഷൻ വരണം, അല്ലെങ്കിൽ എന്നോട് ചെയ്തതിന് അവരനുഭവിക്കണം എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഘട്ടത്തിലാണ് ഈ ഒരു പേഴ്സൺ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ചിലരെങ്കിലും നിങ്ങളുടെ ഒരു വാല്യൂ ഒരു തിരിച്ചറിയണം എന്നായിരിക്കാം ചിന്തിച്ചിട്ടുണ്ടാവും. നിങ്ങളെ വളരെയധികം ഈസി ആക്കി ഒരു കറിവേപ്പില പോലെ തള്ളിക്കളഞ്ഞ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു വാല്യൂ എന്താണെന്ന്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചൊന്നും വിളിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു പേഴ്സണൊരു മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താണെന്നുണ്ടെങ്കിലും നമ്മളവരുടെ ഫീലിങ്സിൽ കണ്ടതുപോലെ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാൻ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. മാനസികമായിട്ട് ഭയങ്കരമായിട്ട് അടുപ്പം തോന്നുന്നുണ്ട്. ചിലപ്പോൾ അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളാണ് അവർക്കുള്ള ഏക ആശ്വാസം എന്ന് തോന്നുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സപ്പോർട്ട് അത്രയധികം വലുതായിട്ട് അവർ കാണുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റ് ആണ്. ലിയോ സോഡിയാക് സൈൻ. എറണാകുളം ലെറ്റർ ഇ.
Taurus zodiac sign. Letter F. Letter N. Letter A. ചോതി നക്ഷത്രം, രോഹിണി നക്ഷത്രം, ആലപ്പുഴ. Letter S. Number 18. Number 26. Letter J. Scorpio zodiac sign. അത്തം നക്ഷത്രം, February month. Letter K. Number 12. Number 21. Letter G. And finally letter T. ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. സോ ഇവിടെ വന്നിട്ടുള്ള എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുടേതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സ്ട്രോങ് റീകൺസിലേഷൻ അല്ലെങ്കിൽ സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.